നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. തെക്ക് കിഴക്ക് മൂലയ്ക്കാണ് അഗ്നികോൺ എന്ന് പറയുന്നത്. വാസ്തുശാസ്ത്ര സംബന്ധമായി വീടിന്റെ ആണെങ്കിലും പുരയിടത്തിന്റെ ആണെങ്കിലും അഗ്നികോൺ ഏറ്റവും പ്രധാനമാണ്. അഗ്നികോണിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അഗ്നികോൺ വേണ്ട രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് വളരെയേറെ നേട്ടങ്ങളും ഉണ്ടാകും. വാസ്തുശാസ്ത്രപരമായിട്ട് അഗ്നികോണിന്റെ പ്രാധാന്യത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് അഗ്നികോൺ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമുക്കൊന്ന് പങ്കുവെക്കാം. നമുക്ക് ഇന്ന് പരിശോധിക്കേണ്ട വീടിന്റെ അഗ്നിമൂലയെ കുറിച്ചാണ്. അഗ്നിമൂല എന്നാൽ തെക്ക് കിഴക്ക് മൂല എന്നാണ് അർത്ഥം. ഇത് അഗ്നിയുടെ ഭാഗമാണ്. അഗ്നികാരകത്വമുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണ്. അതായത് അടുക്കള പോലെയുള്ള കാര്യങ്ങൾക്ക് ശുഭമാണ്. ഈ സ്ഥലത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീടിന്റെ മൊത്തം അഗ്നിമൂല ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഓരോ മുറിയുടെയും അഗ്നിമൂലയും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് അഗ്നി തത്വത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും. അഗ്നിയെ നല്ല രീതിയിൽ പ്രീതിപ്പെടുത്തിയാൽ നല്ല സദ്ഫലങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യവും സന്തോഷവും ആരോഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും സന്തുഷ്ടമായിട്ടുള്ള ദാമ്പത്യ ജീവിതവും ഒക്കെ അഗ്നിമൂല ക്രമപ്പെടുത്തുന്നതിലൂടെ ആ ഗൃഹത്തിലെ അന്തേവാസികൾക്ക് ലഭിക്കും. എന്നാൽ ഇതിനൊന്നും അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ചില നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. എന്നാൽ പലരും വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. തെക്ക് കിഴക്കേ മൂലയിൽ ഇരുട്ട് ബാധിക്കാത്ത രീതിയിൽ ഒരു സ്പോട്ട് ലൈറ്റോ മറ്റോ കൊടുത്താൽ അത് വളരെ ഐശ്വര്യത്തെ നൽകും. അതല്ലാത്ത പക്ഷം വിളക്കോ പരമ്പരാഗത രീതിയിൽ തിരിയിട്ട് കത്തിക്കുന്ന ദീപമോ ഏതെങ്കിലുമൊക്കെ സ്ഥാപിക്കാവുന്നതാണ്. അടുക്കള ഇല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള അഗ്നി ഊർജത്തെ അവിടെ ക്രമീകരിക്കുന്നതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിളക്കാണ് കൊളുത്തി വെക്കുന്നതെങ്കിൽ വിളക്കിന്റെ ജാല മേൽക്കൂരയ്ക്ക് അഭിമുഖമായി മുകളിലേക്ക് എരിയണം എന്നാണ്. കൂടാതെ അഗ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഈ അഗ്നി മൂലയിലുള്ള മുറിയിൽ സ്ഥാപിക്കുന്നത് ഉത്തമമാണ്. ടെലിവിഷൻ, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, മൈക്രോവേവ് ഓവൻ, റേഡിയോ തുടങ്ങിയവയ്ക്കൊക്കെ വെക്കുന്നതിനും അതൊക്കെ ഉപയോഗിക്കുന്നതിനും അഗ്നി മൂലയിലെ മുറിയാണ് ഏറ്റവും ശുഭമായിട്ടുള്ളത്. ഇത് ഭാരതീയ ശാസ്ത്രത്തിലും ഉണ്ട്, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നെരിപ്പോടുകൾ, തണുപ്പുള്ള രാജ്യങ്ങളിൽ നെരിപ്പോടുകൾ സൂക്ഷിക്കുന്നത് ഈ അഗ്നി മൂലയിലുള്ള മുറിയിലാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യയ്ക്ക് പുകയിടുന്ന ശീലമുണ്ടെങ്കിൽ അതിനും അഗ്നിമൂലയിലാണ് വെക്കുന്നതിന് ഉത്തമം. അതായത് സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്ന കാര്യമാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം അഗ്നിമൂല തന്നെയാണ്. ഇത്തരത്തിൽ അഗ്നിമൂലയെ ഉത്തേജിപ്പിച്ചാൽ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഐശ്വര്യവും സമ്പത്തും സന്തോഷവും തുടങ്ങി സർവ്വവിധ കാര്യങ്ങളും നമുക്ക് ഏറെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കരസ്ഥമാക്കാനും സാധിക്കും. അഗ്നിമൂല അഥവാ തെക്കിഴക്ക് മൂലയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് ഒന്ന് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.